നമുക്ക് ഗ്രാഫ് തിയറിയിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 2 ട്രീസ് ആൻഡ് കണക്ടിവിറ്റി, സെക്ഷൻ 2.1 ഡെഫിനിഷൻ ആൻഡ് സിമ്പിൾ പ്രോപ്പർട്ടീസ്. ആ സെക്ഷനിലെ ട്രീസ് എന്താണെന്നും കുറച്ച് എക്സാമ്പിൾസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ട്രീസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപായിട്ട് അസൈക്ലിക് ഗ്രാഫ് എന്താണെന്ന് അറിയണം. ഇത്രയേ ഉള്ളൂ. സൈക്കിളുകളൊന്നും കണ്ടെയ്ൻ ചെയ്യാത്ത ഗ്രാഫുകളെയാണ് നമ്മൾ അസൈക്ലിക് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈക്കിൾ എന്താണെന്ന് ഓർമ്മയിൽ വരണം. സൈക്കിൾ ഇത്രയേ ഉള്ളൂ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിൽ. വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ട്രെയിൽ എന്ന് ഓർത്തെടുക്കാം. ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാത്ത വോക്കുകളെയാണ് ട്രെയിൽ എന്ന് വിളിക്കുന്നത്. ദെൻ ക്ലോസ്ഡ് ആവാനുള്ള കണ്ടീഷൻ, ഒരു വോക്ക് ക്ലോസ്ഡ് ആവണമെങ്കിൽ അതിൻ്റെ ഒറിജിനും ടെർമിനസും, അതായത് ഫസ്റ്റ് വെർട്ടെക്സും ലാസ്റ്റ് വെർട്ടെക്സും, ഫസ്റ്റ് വെർട്ടെക്സിനെയാണ് ഒറിജിൻ എന്ന് വിളിക്കുന്നത്, ലാസ്റ്റ് വെർട്ടെക്സിനെയാണ് ടെർമിനസ് എന്ന് വിളിക്കുന്നത്. അത് രണ്ടും സെയിം ആണെങ്കിൽ അത്തരം വോക്കുകളെയാണ് ക്ലോസ്ഡ് എന്ന് വിളിക്കുന്നത്. അതായത് തുടങ്ങിയോടെ തന്നെ അവസാനിക്കുക. ഇനി അതിൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് ട്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയോടെ തന്നെ അവസാനിക്കണം. ദെൻ എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്, അതിൻ്റെ ഒറിജിനും ഇൻറ്റേർണൽ വെർട്ടിസസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് മുതൽ സെക്കൻഡ് ലാസ്റ്റ് വരെയുള്ള വെർട്ടിസസ് കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫിൽ ഏതെങ്കിലും സൈക്കിൾ ഉണ്ടെങ്കിൽ അത് അസൈക്ലിക് ആവില്ല. സൈക്കിളുകളൊന്നും ഇല്ലാത്ത ഗ്രാഫുകളെയാണ് അസൈക്ലിക് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലൂപ്പാണ് വൺ സൈക്കിൾ. അപ്പോൾ ലൂപ്പ് ഉണ്ടെങ്കിൽ അസൈക്ലിക് ആവില്ല. അതുപോലെ ഒരു പെയർ ഓഫ് പാരലൽ എഡ്ജസ് ആണ് 2 സൈക്കിൾ. സോ പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫും അസൈക്ലിക് ആവില്ല. സോ അസൈക്ലിക് ഗ്രാഫ് ആവാനുള്ള മിനിമം കണ്ടീഷൻ ഗ്രാഫ് സിമ്പിൾ ആവണം. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫുകളെയാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ഗ്രാഫിലെ ലൂപ്പോ അതല്ലെങ്കിൽ പാരലൽ എഡ്ജോ ഉണ്ടെങ്കിൽ എന്തായാലും അസൈക്ലിക് ആവില്ല. അപ്പോൾ അസൈക്ലിക് ആവാനുള്ള മിനിമം റിക്വയർമെൻ്റ് ആണ് പറഞ്ഞത്. ഗ്രാഫ് എന്തായാലും സിമ്പിൾ ആവണം. സിമ്പിൾ ആയതുകൊണ്ട് എന്തായാലും അസൈക്ലിക് ആവുന്നില്ല. വേറെ കണ്ടീഷനൊക്കെ ഉണ്ട് അവിടെ. സൈക്കിളുകളൊന്നും വേറെ 1 സൈക്കിളും 2 സൈക്കിളിൻ്റെ കേസ് മാത്രമേ ഈ പറഞ്ഞ ലൂപ്പിൽ നിന്നും പാരലൽ എഡ്ജസ് ഒന്നും ഒഴിവാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ സൈക്കിളുകൾക്കും അവിടെ പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൂടി നോക്കിയിട്ടാണ് ആ ഗ്രാഫ് അസൈക്ലിക് ആണോ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ട്രീസ് എന്താണെന്ന് നോക്കാം. കണക്റ്റഡ് ആയിട്ടുള്ള അസൈക്ലിക് ഗ്രാഫിൻ്റെ കൂടെ ഒരു കണ്ടീഷനും കൂടി ചേർക്കുന്നു. ആ ഗ്രാഫ് കണക്റ്റഡ് ആവണം. കണക്റ്റഡ് മീൻസ് ഏത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് എടുത്താലും ആദ്യത്തെ വെർട്ടെക്സിൽ നിന്നും ആ രണ്ടാമത്തെ വെർട്ടെക്സിലേക്ക് ഒരു പാത്ത് ഉണ്ടാവണം. ഓക്കെ, തിരിച്ച് ഇങ്ങോട്ടും ഒരു പാത്ത്. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ തിരിച്ച് ബിയിൽ നിന്നും എയിലേക്കും എന്തായാലും പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് യുവും വി എടുത്താലും ഒരു യു വി പാത്ത് ആ ഗ്രാഫിലുണ്ടെങ്കിൽ അത്തരം ഗ്രാഫുകളെയാണ് നമ്മൾ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള അസൈക്ലിക് ഗ്രാഫുകളെയാണ് ട്രീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 5 വെർട്ടിസസ് ഉള്ള 3 ഡിഫറെൻറ്റ് ഗ്രാഫുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാഫ് ABCDE, ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഏത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് എടുത്താലും നമുക്ക് അവിടേക്ക് എത്താനൊരു വഴിയുണ്ട്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഈ ഗ്രാഫിൽ സൈക്കിളുകളൊന്നുമില്ല, അതുകൊണ്ട് G1 ഒരു ട്രീ ആണ്. അതുപോലെ തന്നെ അസൈക്ലിക്കും ആണ്. G1 ട്രീയും ആണ്, അസൈക്ലിക്കും ആണ്. ഇനി G2വിലേക്ക് വരുമ്പോൾ കണക്റ്റഡ് ആണ്, ഗ്രാഫ് കണക്റ്റഡ് ആണ്. പക്ഷേ ഇതിലൊരു സൈക്കിൾ ഉണ്ട്, 3 സൈക്കിൾ ഉണ്ട്. CDEC, സിയിൽ നിന്നും തുടങ്ങി ഡിയിലൂടെ പോയി ഇയിലേക്ക് എത്തി തിരിച്ച് സിയിലേക്ക് തന്നെ എത്തുന്നു. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിലാണിത്. അപ്പോൾ ഇവിടെ 3 സൈക്കിൾ ഉണ്ട്. വെർട്ടിസസ് ഒന്നും ഇൻറ്റേർണൽ വെർട്ടിസസും ഒറിജിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സൈക്കിളാണ്, 3 സൈക്കിളാണ്. അതിൽ എത്ര എഡ്ജ് ഉണ്ടോ അതാണ് അതിൻ്റെ ലെങ്ത്ത്. ഇവിടെ 3 എഡ്ജാണുള്ളത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വൺ, അങ്ങനെ 3 എഡ്ജസാണ് ഈ ഒരു സൈക്കിളിലുള്ളത്. ഇതൊരു 3 സൈക്കിൾ ഈ ഗ്രാഫിലുള്ളത് കൊണ്ട് ഇത് അസൈക്ലിക് അല്ല. അപ്പോൾ ട്രീ ആവണമെങ്കിൽ അസൈക്ലിക് ആവണം, കണക്റ്റഡ് ആവണം. കണക്റ്റഡ് മാത്രമേ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്രാഫ് അസൈക്ലിക് അല്ല. സോ എന്തായാലും ട്രീയും അല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെയും 5 വെർട്ടിസസ് ഉണ്ട്.
ട്രീ അല്ല, കാരണം ഇത് കണക്റ്റഡ് അല്ല. നമ്മൾ ബിയും ഇയും എടുക്കുകയാണെങ്കിൽ ബിയിൽ നിന്നും ഇയിലേക്ക് എത്താൻ നമുക്ക് വഴികളൊന്നും ഇല്ല. ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. സൈക്കിളുകളൊന്നും ഈ ഗ്രാഫിലില്ല, അസൈക്ലിക് ആണ്. പക്ഷെ ട്രീ അല്ല. ട്രീ ആവണമെങ്കിൽ നമുക്ക് കണക്റ്റഡ് എന്നുള്ളൊരു കണ്ടീഷനും കൂടി അവിടെ വേണം. ഓക്കെ, അപ്പം 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് നമ്പർ ഓഫ് വെർട്ടിസസ് നോക്കി നോൺ ഐസോമോർഫിക് ആയിട്ട് എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീസ് ഉണ്ട് എന്ന് നോക്കാം. ഉദ്ദേശിക്കുന്നത് 1 വെർട്ടെക്സ് ഉള്ള എത്ര ട്രീ ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ആകെ ഒരു ട്രീ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ആ സിംഗിൾ വെർട്ടെക്സ് മാത്രം. ഇനി 2 വെർട്ടിസസ് ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്ര ട്രീസ് ഉണ്ട് എന്ന് നോക്കാം. ആകെ ഈ ഒരു ട്രീ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന് പകരം ഇങ്ങനെ വരച്ചാലും ഇത് രണ്ടും ഐസോമോർഫിക് ആണ്. അപ്പം നോൺ ഐസോമോർഫിക് ആയിട്ട്, അതായത് ഐസോമോർഫിക് അല്ലാണ്ട് എത്ര ഡിഫറെൻ്റ് ആയിട്ട് 2 വെർട്ടെക്സ് ഉപയോഗിച്ച് ട്രീകൾ ഉണ്ടാക്കാം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ നമുക്ക് ഒരെണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് പകരം ഇത് തിരിച്ച് വരച്ചാൽ ഇതെല്ലാം ഐസോമോർഫിക് ആണ്. ഒരാൾക്ക് ഇത് ഇങ്ങനെ വരയ്ക്കണം എന്ന് തോന്നി, അതും ഐസോമോർഫിക് ആണ്. സോ ഇതൊന്നും ഡിഫറെൻ്റ് അല്ല, ഇതെല്ലാം ഈ പറഞ്ഞ ആളോട് ഐസോമോർഫിക് ആണ്. അപ്പോൾ നമുക്ക് 2 വെർട്ടെക്സ് ഉള്ള ആകെ ഒരു ട്രീയേ ഉള്ളൂ. ഇതേപോലെ തന്നെ 3 വെർട്ടിസസ് ഉള്ള ആകെ ഒരു ട്രീ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ താഴോട്ട് ഇങ്ങനെ വരച്ചാലും ഇത് ഇതിനോട് ഐസോമോർഫിക് ആണ്. ഇനി ഇങ്ങനെ വരച്ചു, ഇതും ഇതിനോട് ഐസോമോർഫിക് ആണ്. ഇതിനെ നിർത്തി വെച്ചാൽ ഇത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ 3 വെർട്ടിസസ് ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്ര ട്രീ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരെണ്ണം തന്നെ ഉള്ളൂ. നമുക്കതിൻ്റെ ഒരു വ്യത്യാസം അറിയുന്നത് 4 വെർട്ടിസസിൻ്റെ കേസിലേക്ക് വരുമ്പോഴാണ്. 4 വെർട്ടിസസ് ഉള്ള ഐസോമോർഫിക് അല്ലാത്ത 2 ഡിഫറെൻറ്റ് ട്രീസ് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ ആ 2 എണ്ണമാണ് ഇവിടെ കിടക്കുന്നത്. ഇത് ഐസോമോർഫിക് അല്ല എന്ന് കാണിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡിഗ്രി 1 ആയിട്ട് 2 വെർട്ടെക്സും ഡിഗ്രി 2 ആയിട്ട് 2 വെർട്ടിസസാണ് ഉള്ളത്. ഇവിടെ നോക്കുക, ഡിഗ്രി 3 ഉള്ള ഒരു വെർട്ടെക്സ് ഉണ്ട്. ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3 ആണ്. ആ ഗ്രാഫിൽ ഡിഗ്രി 3 ഉള്ള വെർട്ടെക്സ് ഒന്നുമില്ല. അത്ര മതി ഈ 2 ഗ്രാഫും ഐസോമോർഫിക് അല്ല എന്ന് പറയാൻ. അതല്ലെങ്കിൽ ഡിഗ്രി 1 ഉള്ള 2 വെർട്ടിസസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഡിഗ്രി 1 ഉള്ള 3 വെർട്ടിസസ് ഉണ്ട്. അങ്ങനെയും നമുക്ക് പറയാം ഈ 2 ഗ്രാഫുകളും ഐസോമോർഫിക് അല്ല. അപ്പോൾ 4 വെർട്ടിസസ് ഉള്ള 2 ഡിഫറെൻറ്റ് ട്രീസാണ് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്നത്. ഇനി 5 വെർട്ടിസസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ആ 3 ഡിഫറെൻറ്റ് ട്രീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരെണ്ണം നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി 1 ഉള്ള വെർട്ടിസസുകളെയാണ് പെൻഡൻറ്റ് വെർട്ടിസസ് എന്ന് പറയുന്നത്. ഇവിടെ 2 പെൻഡൻറ്റ് വെർട്ടിസസ് ആണുള്ളത്. ഈ ഗ്രാഫിൽ 3 പെൻഡൻറ്റ് വെർട്ടിസസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഐസോമോർഫിക് അല്ല. അതല്ലെങ്കിൽ ഇവിടെ ഡിഗ്രി 3 ഉള്ള ഒരു വെർട്ടെക്സ് ഉണ്ട്, ഇവിടെ അങ്ങനെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടാളും ഐസോമോർഫിക് അല്ല. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഡിഗ്രി 4 ഉള്ള ഒരു വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇയാളോടും ഐസോമോർഫിക് അല്ല, ഇയാളോടും ഐസോമോർഫിക്കും അല്ല. ഓക്കെ, അപ്പോൾ ഡിഗ്രി 5 വെർട്ടിസസ് ഉള്ള 3 ഡിഫറെൻറ്റ് ട്രീസാണ്. ഇതല്ലാണ്ട് നമുക്കിനി വേറെ വരയ്ക്കുവാൻ സാധിക്കില്ല. ഇത്രയൊക്കെയാണ് ഇവരുടെ ഷേപ്പ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കാം എന്നല്ലാണ്ട്, അതായത് ഇതിനോട് ഐസോമോർഫിക് ആയിട്ട് നമുക്ക് വേറെ വരയ്ക്കാം എന്നല്ലാതെ നോൺ ഐസോമോർഫിക് ആയിട്ട് 5 വെർട്ടിസസ് ഉപയോഗിച്ച് 3 ഡിഫറെൻറ്റ് ട്രീസാണ് വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പൊസിഷൻ ഇങ്ങനെ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ തോന്നി. ഇത് രണ്ടും സെയിം ആണ്. ഈ 2 ഗ്രാഫും ഐസോമോർഫിസം വെച്ച് നോക്കുമ്പോൾ രണ്ടും സെയിം ഗ്രാഫാണ്, ഐസോമോർഫിക് ആണ്. അപ്പോൾ അവർ ഡിഫറെൻ്റ് അല്ല. അപ്പോൾ 5 വെർട്ടിസസ് ഉള്ള 3 ട്രീസ് മാത്രമേ നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി 6 വെർട്ടിസസിലേക്ക് വരുമ്പോൾ നമുക്ക് 6 ഡിഫറെൻറ്റ് ട്രീസ് വരയ്ക്കുവാൻ സാധിക്കും. ഓക്കെ, ഇതും ഐസോമോർഫിക് ആണ്. നമുക്ക് 3 ട്രീസാണ് ഇവിടെ ഉള്ളത്, T1, T2, T3. 6 എണ്ണത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നോൺ ഐസോമോർഫിക് ആയിട്ട് നമുക്ക് 6 വെർട്ടിസസ് ഉള്ള 6 ട്രീസ് തന്നെ വരയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരെണ്ണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പെൻഡൻറ്റ് വെർട്ടിസസും ബാക്കി എല്ലാറ്റിൻ്റെയും ഡിഗ്രി 2. ഇൻ്റേണൽ വെർട്ടിസസിൻ്റെ എല്ലാറ്റിൻ്റെയും ഡിഗ്രി 2. ഇൻ്റേണൽ എന്നുള്ളൊരു മീനിങ് ഒന്നുമില്ല,
എല്ലാ വെർട്ടിസസിൻ്റെയും ഈ 2 വെർട്ടിസസ് ഒഴികെ ബാക്കി എല്ലാ വെർട്ടിസസിൻ്റെയും ഡിഗ്രി 2. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഡിഗ്രി 3 ഉള്ള ഒരു വെർട്ടെക്സ് ഉണ്ട്. അതല്ലെങ്കിൽ 3 പെൻഡൻ വെർട്ടിസസ് ഡിഗ്രി 1 ഉള്ള വെർട്ടിസസ്. അപ്പോൾ ഇവർ രണ്ടാളും ഐസോമോർഫിക് അല്ല. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോൾ മറ്റൊരു കേസാണ്. അതിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഡിഗ്രി 3 ഉള്ള വെർട്ടെക്സ് ഇവിടെ തന്നെ ഉണ്ട്. 3 പെൻഡൻ വെർട്ടിസസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഐസോമോർഫിക് ആണെന്ന് തോന്നും. ഐസോമോർഫിക് ഒന്നല്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു വെർട്ടെക്സ് ഡിഗ്രി 3 ഉള്ള വെർട്ടെക്സ് കണക്ട് ചെയ്തിട്ടുള്ളത് 2 പെൻഡൻ വെർട്ടിസസിലേക്കും ഡിഗ്രി 2 ഉള്ള ഒരു വെർട്ടെക്സിലേക്കുമാണ്. ഡിഗ്രി 1 ഉള്ള 2 വെർട്ടിസസിലേക്കും പിന്നെ മൂന്നാമതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രി 2 ഉള്ള ഒരു വെർട്ടെക്സിലേക്കും. ഇവിടേക്ക് നോക്കാം, ഇവിടെ ഡിഗ്രി 3 ഉള്ള വെർട്ടെക്സ് ഇതാണ്. ഈ വെർട്ടെക്സ് കണക്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രി 1 ഉള്ള ഒരു വെർട്ടെക്സും പിന്നെ ഡിഗ്രി 2 ഉള്ള 2 വെർട്ടിസസിലേക്കുമാണ്. അപ്പോൾ അവരുടെ കണക്ഷൻ നോക്കുമ്പോൾ രണ്ടും വെവ്വേറെ തരത്തിലാണ് കണക്ഷൻ പോയിട്ടുള്ളത്. ഇങ്ങനെ ഡിഗ്രി സീക്വൻസ് ഒക്കെ വെച്ച് നോക്കാം. ഡിഗ്രി സീക്വൻസ് മാത്രം പോരാ, നമ്മൾ ഐസോമോർഫിസം മാപ്പിംഗ് നോക്കുമ്പോൾ എക്സാക്ട്ലി മാച്ച് ചെയ്യാത്ത രീതിയിൽ കറസ്പോണ്ടൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ മെയിൻ കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ ഡിഗ്രി 3 ഉള്ള വെർട്ടെക്സ് കണക്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രി 1 ഉള്ള 2 വെർട്ടിസസിലേക്കും ഡിഗ്രി 2 ഉള്ള ഒരു വെർട്ടെക്സിലേക്കും. ഇവിടെ തിരിച്ചാണ്, ഡിഗ്രി 2 ഉള്ള 2 വെർട്ടിസസിലേക്കും ഡിഗ്രി 1 ഉള്ള ഒരു വെർട്ടെക്സിലേക്കാണ് ഡിഗ്രി 3 ഉള്ള വെർട്ടെക്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടാളും ഐസോമോർഫിക് അല്ല, ഇവരുടെ കണക്ടിവിറ്റി സെയിം അല്ല. ഇനി ഇവിടുത്തെ കേസിലേക്ക് വരുമ്പോൾ ഡിഗ്രി 4 ഉള്ള ഒരു വെർട്ടെക്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പ്രീവിയസ് ഒന്നിനോടും അത് ഐസോമോർഫിക് അല്ല. അതല്ലെങ്കിൽ 4 പെൻഡൻ വെർട്ടിസസ് ഡിഗ്രി 1 ഉള്ള 4 വെർട്ടിസസ് അവിടെ ഉണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിഗ്രി 3 ഉള്ള 2 വെർട്ടിസസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലൊന്നും ഡിഗ്രി 3 ഉള്ള 2 വെർട്ടിസസ് നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലായിടത്തും ഒരെണ്ണൊക്കെ ആയിരുന്നു. എല്ലായിടത്തും മീൻസ് T2ലും T3ലും ആയിരുന്നു ഡിഗ്രി 3 ഉള്ള വെർട്ടിസസ് ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ഓരോന്നായിരുന്നു. ഇവിടെ 2 ആളുണ്ട്. അപ്പോൾ ഡിഗ്രി സീക്വൻസ് നോക്കുമ്പോൾ ഇവരോട് സെയിം ഒന്നല്ല വരിക. അപ്പോൾ ഇവരോടൊന്നും ഇത് ഐസോമോർഫിക് അല്ല. ഇത് വേറൊരു തരം ട്രീ ആണ്. അതായത് ഇവരോട് ഇപ്പോൾ ഈ പറഞ്ഞ 4 ആളോടും ഐസോമോർഫിക് അല്ലാത്ത രീതിയിലുള്ള മറ്റൊരു ട്രീ ആണ് T5. ദെൻ ഇവിടേക്ക് വരുമ്പോൾ T6ലേക്ക് വരുമ്പോൾ ഡിഗ്രി 5 ഉള്ള ഒരു വെർട്ടെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പ്രീവിയസ് എക്സാമ്പിൾസിലൊന്നും അങ്ങനെ ഒരു വെർട്ടെക്സ് ഇല്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ 5 എണ്ണത്തിനോടും ഐസോമോർഫിക് അല്ല. ഇനി ഇതല്ലാണ്ട് നമുക്ക് വേറെ 6 വെർട്ടിസസ് ഉള്ള ട്രീ ഒന്നും വരയ്ക്കുവാൻ സാധിക്കില്ല. വേറെ വരച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 6 എണ്ണത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ റീഡ്രോയിങ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോൺ ഐസോമോർഫിക് ആയിട്ട് വെർട്ടെക്സ് 6 എണ്ണം ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നോൺ ഐസോമോർഫിക് ആയിട്ട് 6 ട്രീസാണ് വരയ്ക്കുവാൻ സാധിക്കുന്നത്.